ഹലോ എവ്രി വൺ. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, നമ്മുടെ തനി നാടൻ സാധനം. ഈ ഒരു ഇടിഞ്ചക്ക എനിക്ക് കിട്ടി. അപ്പോഴേ ഞാൻ ഓർത്ത് തോരനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, അതും കൊണ്ടൊരു വെറൈറ്റി ഒരു സംഭവം വെച്ചാലോ. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയത് ചിക്കനും കൂടെ ഇട്ട് ഇതിനെ തോരൻ വെച്ച് നോക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യമേ ചക്ക അതിൻ്റെ പുറത്തെ തോല് ആ മുള്ളിൻ്റെ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ച് കുക്കറിനകത്തിട്ടൊന്ന് ഒരു 2-3 വിസിലടിക്കേണ്ടി വന്നു ഇതിന്. നമ്മുടെ നാട്ടിൽ ഫ്രഷ് ആണെങ്കിൽ അത് ഓരോ ചക്കയുടെയും വേവ് അനുസരിച്ചിരിക്കുവേ. അങ്ങനെ വിസിലടിപ്പിച്ച് 3 വിസിലടിച്ചിട്ട് ഒരു ശകലം വെള്ളം ഒഴിക്കാമല്ലോ, ഒരു 1/4 ഗ്ലാസ് വെള്ളമോ ഒഴിച്ചേച്ചേ ഇത് വെക്കാവുള്ളൂ. മഞ്ഞളും മുളകും ഉപ്പും കൂടെ ചേർത്ത് വെന്ത ഇടിഞ്ചക്കയായത്. എന്നിട്ട് ഞാനത് കൈ കൊണ്ട് തന്നെ അത് വെന്ത് വിസിലടിച്ച് ആവി മുഴുവൻ പോയി കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് കൈ കൊണ്ട് പിച്ചി വെച്ചിരിക്കുന്നതാണ് ഈ ഇടിഞ്ചക്ക. കണ്ടില്ലേ, അതും കണ്ടാലും ഇറച്ചി ഇങ്ങനെ പിച്ചി ഇട്ടേക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇനി അടുത്തത് ഞാൻ അതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ കുറച്ച് പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 5-6 പീസ് എല്ലില്ലാത്ത കഷ്ണം നോക്കി എടുത്തിട്ട്, കുഞ്ഞ് എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കൈ കൊണ്ടങ്ങ് മാറ്റിയാൽ മതി. അത് നമ്മൾ ഇങ്ങനെ പിച്ചിയെടുക്കുക. ഇടിഞ്ചക്ക ഇങ്ങനെ ഉടച്ചെടുത്ത പോലെ തന്നെ കൈ കൊണ്ടിങ്ങനെ പിച്ചി മാറ്റുക. എല്ലുണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കണം, അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ലല്ലോ, അതിനകത്തെങ്ങാനും ഒരു എല്ലിൻ്റെ പീസ് പോയാൽ നമ്മുടെ തൊണ്ടയിൽ പോവും. അതുകൊണ്ട് കെയർഫുള്ളാകണം. കൈ കൊണ്ടിങ്ങനെ പിച്ചി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിൽ ഇങ്ങനെ ഇടിഞ്ചക്കയൊക്കെ കിട്ടാൻ ഉള്ള ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുമ്പം എല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ച്. കണ്ടോ, എനിക്കൊരു എല്ല് കിട്ടി, അതങ്ങ് മാറ്റിയേക്കുക. അങ്ങനെ കുട്ടികളുടെ ഒന്നും തൊണ്ടയിൽ പോവാതെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തെടുക്കണേ. എനിക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഇവിടെ, ഓർഗാനിക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തരുന്നത്. അപ്പോൾ അവരുടെ ഈ പ്രാവശ്യത്തെ ലിസ്റ്റിനകത്ത് എനിക്ക് ഇടിഞ്ചക്കയും കിട്ടി, മറ്റേ നമ്മുടെ പനന്നങ്കും കിട്ടിയിട്ടുണ്ട് വീണ്ടും. അപ്പോഴാണ് ആ ഇടിഞ്ചക്ക കൊണ്ടുവന്ന് എന്താ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഈ ഇടിഞ്ചക്കയും ചിക്കനും കൂടെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്കൊന്ന് പൊടിച്ച് എടുക്കാം. ഇത് നമുക്ക് ഇറച്ചി വെക്കുന്ന പോലെ തന്നെ വെക്കാം, പിന്നെ കുറച്ച് വ്യത്യാസം കാണും കേട്ടോ ഞാൻ ഈ വെക്കുന്ന രീതിയിൽ. നമുക്കത് നോക്കാം. ഏതായാലും ഇത് രണ്ടും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇറച്ചിയും ഇടിഞ്ചക്കയും ഇപ്പോൾ ഒരുപോലെ തന്നെ ഞാൻ പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായ. അതിനായിട്ടൊരു ഫ്രൈങ് പാൻ വെച്ചു. ഇതിന് ഏറ്റവും നാടൻ ഫുഡായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ, റിഫൈൻഡ് ഓയിലൊന്നും ഉപയോഗിക്കരുത്. അത് മണവും രുചിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത്. ചൂടായി വന്ന പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ചേർക്കുക. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കടുക് 1 by 1 ആയിട്ട് ഓരോ സാധനങ്ങൾ ചേർക്കാം. പിന്നെ ഞാൻ എന്നാ ചെയ്തേക്കുന്നത് വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങയുടെ കൊത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ശകലമേ ഉള്ളൂ കേട്ടോ, ഒരു 2-3 സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞ് ഇപ്പം ഞാൻ ഈ എണ്ണയിലോട്ട് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് വേണ്ട, അതില്ലെങ്കിൽ ചേർക്കണ്ട. ഇനി അത് തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർ ഒട്ടും ചേർക്കണ്ട. ഒരു ഓപ്ഷണലാണ്, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. അത് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരുമല്ലോ, അപ്പോൾ അതും കൂടെ കറക്കി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതൊന്ന് വാടിക്കഴിയും. വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് കുറച്ച് 1-2 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ചേർക്കുക. ഇനി അതും ഒന്ന് നിറമാറി ഒന്ന് വരുമ്പോഴത്തേക്കിനും വേണം നമുക്കിനി സവോളയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളകും എരിവിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ. വറ്റൽമുളക് തന്നെ ഇട്ടും നമുക്കിത് ഉണ്ടാക്കാം, പച്ചമുളകും ഇടാം. അതനുസരിച്ച് സ്വല്പം മുളക് പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഈ ചക്ക വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഓർത്തിട്ട് വേണം മുളക് ചേർക്കാനായിട്ട്. ഞാൻ ഏതായാലും നാടൻ ഫുഡായതുകൊണ്ട് വറ്റൽമുളക് 2 എണ്ണം എടുത്ത് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇപ്പോൾ സവോളയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഒന്ന് മൂക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ഒന്നും ആകണ്ട, നന്നായിട്ടൊന്ന് വാടി ഒന്ന് മയത്തിൽ ആവണം. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിപ്പോൾ ഒന്ന് വാടി ഉണ്ടല്ലേ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്.
ഈ സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞളും ഇച്ചിരിച്ചേ പൊടികളെ ഇനിയും ചേർക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി പൊടി വാരിയിടല്ലേ, ഇറച്ചിക്കറിക്കൊന്നും ചേർക്കുന്ന പോലെയൊന്നും. ഇറച്ചിയും കൂടെ ചേർക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മസാലകൾ ഞാൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇറച്ചി ചേർക്കാണ്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആദ്യം ഞാൻ ഇട്ടേക്കുന്ന ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്ക് ചേർക്കുന്ന സാധനമാണല്ലോ പെരുംജീരകം. അതൊരു 4-5 മണി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറകെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഒത്തിരി മസാല വാരിയിടലില്ല. ഇതൊരു തോരനാണ്. ഇനി നമുക്ക് സ്വല്പം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്ര മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയും വെക്കാം. പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇത് നല്ലതായിട്ട് ഒരു 4 പേർക്ക് കൂട്ടാനുള്ള തോരൻ കാണും കേട്ടോ, ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും. അത് സ്വല്പം ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂക്കണേ. തീ വളരെ കുറച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയുടെ പൊടിയും കൂടെ ഓരോ നുള്ളു വീതം ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കേട്ടോ. അത്ര ഇടാവുള്ളൂ, കൂടിപ്പോവല്ലേ. ഇപ്പോഴും നമ്മൾ ചേർക്കേണ്ട എല്ലാ പൊടികളും ഇപ്പം വേണ്ടിയ അളവിലും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആ ഉള്ളിയുടെ എല്ലാം കൂട്ടത്തിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം, പച്ചച്ചുവ മാറണം എന്നും പറഞ്ഞുകൊണ്ട് കരിഞ്ഞു പോകരുത്. വീണ്ടും ഞാൻ പറയുന്നു, കരിഞ്ഞു പോകാൻ എളുപ്പമാണ്. അതായത് എല്ലാം കുറേശ്ശെ വിധമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, പെട്ടെന്നങ്ങ് മൂത്ത് കരിഞ്ഞങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഈ സമയത്ത് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ആ കൂട്ടിലേക്ക് ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മസാല ഇട്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇറച്ചി മസാല ചേർക്കാണ്ടി വന്നത് അതുകൊണ്ടാണ്. ആ ചിക്കൻ്റെ മസാലയ്ക്കകത്ത് ആ മസാലയും ആ ഉള്ളിയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതീയിൽ. അതായത് ഉപ്പും മഞ്ഞളും ഇച്ചിരി കുരുമുളകിന് മാത്രം വേവിച്ച ചിക്കനാണല്ലോ, അതുകൊണ്ടാണ് അതൊന്ന് ഇളക്കി പിടിപ്പിച്ചത്. അതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ ഇടിഞ്ചക്ക, വേവിച്ച് പിച്ചി വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക അത്രയും സെയിം ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ എത്രയുണ്ടോ അത്രയും തന്നെ ഇടിഞ്ചക്ക ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. ഇപ്പം ബാക്കി എടുത്ത് നമുക്ക് വേവിച്ചതല്ലേ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. പിറ്റേ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ആവശ്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഇനി അതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് നമുക്ക് അടച്ച് വെച്ച് നല്ലൊരു ആവി വരണം. ആവി അതിലേക്ക് വരുമ്പോഴത്തേക്കിനും ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുത്തോണം. ഉപ്പ് ഇടയ്ക്ക് നോക്കിക്കോണേ, എന്ന് വെച്ചാൽ ചിക്കനും ചക്കയും കൂടെ ഉള്ളപ്പോഴത്തേക്കും ചിലപ്പോൾ ഉപ്പ് ഇച്ചിരി നമ്മൾ ആദ്യം ഇട്ടതൊക്കെ അങ്ങ് തികയാതെ വരും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നോക്കി ഇട്ട് കൊടുത്തോണം. എല്ലാം എരിവ് വേണമെങ്കിൽ എരിവ് ഇട്ട് കൊടുത്തോണം ഈ സമയത്ത്. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തത്തിപ്പൊത്തി വെക്കുക എന്ന് പറയും. സൈഡും ഇത് കണ്ടില്ല, ഇങ്ങനെ വെച്ച് ഞെക്കി ഇങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ തത്തിപ്പൊത്തി വെക്കുക എന്ന് അതിനെ പറയാം. അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ആവി കയറുമ്പോഴത്തേക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവേഴ്സ് ഫുള്ള്, ആ ഫ്ലേവർ മുഴുവനും ആ സാധനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്താണോ അതിലേക്ക് പിടിക്കും. ഇനി അത് നന്നായിട്ട് അടച്ച് വയ്ക്കുക. വളരെ ചെറിയ തീയിൽ അവിടെ ഇരുന്ന് ഒരാവി വരട്ടെ. അങ്ങനെ 3 ആവി വരണം. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും മൂടി വെക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ കണ്ടില്ല, അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്കെടുത്ത് മാറ്റി വെക്കാം, വേറെ എന്തെങ്കിലും നമുക്കുണ്ടാക്കാം. ചെറുതീയിൽ ആവി വരുമ്പോഴത്തേക്കിനും ആ ചക്കയും ആ ചിക്കനും എല്ലാം ഒരുപോലെ തന്നെ നല്ല സെറ്റായി വരുമേ. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാനാണ് ആ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിലും ഇച്ചിരി വെളിച്ചെണ്ണ ഇതിന് വേണ്ടി വരും, എന്നാലേ അതിന് കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒന്ന് മൂടി മാറ്റി, അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ നന്നായിട്ട് അടി കൂട്ടി ഇളക്കി കൊടുത്ത് വീണ്ടും തത്തിപ്പൊത്തി തന്നെ വെച്ച് ഒരാവിയും കൂടെ വരട്ടെ. അപ്പോഴത്തേക്കിനും ഒന്ന് പതുക്കെ അത് മയമായിട്ട് വരും. അത് സെറ്റാവാനായിട്ട് പതുക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിച്ചിരി ഇപ്പം വെള്ള ഒരു കളറിലല്ലേ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞ കളറിലേക്ക് കുറച്ചും കൂടെ മഞ്ഞ കളർ ഇടാം. അതായത് ടെർമറിക് മഞ്ഞൾ പൊടി നമുക്ക് ഇടേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാലേ ഉള്ളൂ ആ കറക്റ്റ് ലുക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞളും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതും കൂടെ കൂട്ടിയിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനിയിപ്പം അടച്ചു വെച്ചു. പിന്നെ ഒന്നും കൂടെ ഞാനെടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തുറന്നു
ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ. ഏകദേശം ഒരു ചിക്കനും ചക്കയും ഇടിഞ്ചക്കയും കൂടെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മസാലയുടെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എന്നെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുംജീരകം കുറച്ചും കൂടെ, ആദ്യമേ നമ്മൾ പെരുംജീരകം ഇച്ചിരി ഇട്ടിരുന്നല്ലോ, അത് കൂടാതെ വേറെ കുറച്ച് പെരുംജീരകം എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തു. കുറച്ച് മതി, ഒരു സ്പൂൺ, ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ട് അത് എന്നിട്ട് ഒന്ന് പൊടിച്ചേച്ച് ഞാൻ ഇപ്പോൾ അതും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുത്തു. അപ്പോഴാ പെരുംജീരകം ഇറച്ചിക്ക് നല്ലൊരു മണം തരുന്ന സാധനമല്ലേ, അതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുത്തത് ഈ സമയത്ത്. പെരുംജീരകമാണ്, സാദാ ജീരകമല്ല. സാദാ ജീരകം ഞാൻ ഈ കറിക്കകത്ത് ചേർത്തിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ഇത് 3ാമത്തെ പ്രാവശ്യം ഞാനത് അടച്ച് വെച്ചു. ഇപ്പം നന്നായിട്ട് ആവി വന്ന് കണ്ടോ, നന്നായിട്ടത് കളറൊക്കെ ആയി, ആവശ്യത്തിന് യെല്ലോ കളറായിട്ടുണ്ട്. വറ്റൽമുളകും ആ മണവും ആ പെരുംജീരകത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്തോളുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് സീസണലായിട്ടൊക്കെ കിട്ടുന്ന ഒരു വെജിറ്റബിൾ അല്ലേ ഇത്. ചക്കയൊക്കെ എപ്പോഴും ഇല്ലല്ലോ, അത് ആ സമയത്ത് മാത്രം, അതും ഈ ഒരു സമയത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പം അതും മൂത്ത ചക്കയാവും. അതുകൊണ്ട് അത് അങ്ങനത്തെ കിട്ടുന്നതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഞാനൊരു കുത്ത് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ആവശ്യാനുസരണം നോക്കി മാത്രം തേങ്ങാപ്പീര ഇട്ടാൽ മതി കേട്ടോ. ആദ്യമേ ഒരു കുത്തിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി വേണോ എന്നുള്ളത് തേങ്ങാപ്പീര. അതനുസരിച്ച് രണ്ടാമത് വീണ്ടും ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വേണ്ടി വരും, ആയിട്ടില്ല, കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് നാട്ടിലെ നല്ല ചിരകിയ തേങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെക്കാത്ത തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിലിരുന്ന തേങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല തേങ്ങയായിരുന്നു, നല്ല ഫ്രഷ് തേങ്ങ. അത് തോരനായതുകൊണ്ടാണ് നമ്മളിപ്പോൾ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തത് കേട്ടോ. നമ്മുടെ പേര് ഇടിഞ്ചക്ക ചിക്കൻ തോരനാണല്ലോ. പിന്നെ ആവശ്യാനുസരണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നാടൻ ഫുഡായതുകൊണ്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യമാണ്. അത് അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ നിൽക്കണം. വീണ്ടും അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തു. എന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഇനി കുക്കിംഗ് ഒന്നുമില്ല, തീയൊക്കെ അങ്ങ് ഓഫാക്കിയേക്കണം. ഇനിയിപ്പോൾ ഒന്നുമില്ല കുക്ക് ചെയ്യാനായിട്ട്. അതൊന്ന് നല്ലതായിട്ട് ആ എണ്ണ അവസാനം ഒന്ന് ഒഴിക്കുമ്പോഴത്തേക്കിനും കണ്ടില്ലേ, നല്ലൊരു അതിൻ്റെ മേളിലെല്ലാം നന്നായിട്ട് ആ കറിവേപ്പിലിൻ്റെ ഇലയുടെയൊക്കെ മേളിൽ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് ഡ്രൈ ആവാണ്ട് ഇരുന്നോളും. ഇനിയും വരുന്ന ആ ഒരു ഇതിന് മതി. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണ്ടി വന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ആഡ് ചെയ്യുകയാണ്. വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്തോളുക. ഇനിയിപ്പം ചൂടാക്കേണ്ട തീയൊന്നും കത്തിക്കണ്ട, നമുക്കങ്ങ് തീ അങ്ങ് ഓഫാക്കിയിട്ട് ഒന്നും കൂടെ ഈ പറഞ്ഞ പോലെ തത്തിപ്പൊത്തി അവിടെ ഇരിക്കട്ടെ. അടി കൂട്ടി ഇളക്കിക്കോണേ. സൈഡിലൊക്കെ മാറിക്കിടക്കുന്ന എല്ലാം കൂടെ നല്ലതായിട്ട് യോജിപ്പിച്ച് വേണം ഇളക്കാവുള്ളൂ. എന്നാൽ മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് വരത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ചിക്കൻ വേറെ ചക്ക വേറെ അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇത് കഴിവതും മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കാനൊന്നും നോക്കണ്ട, കൈ കൊണ്ട് തന്നെ പിച്ചിയിടുന്നതാണ് ഇതിന് നല്ലത് കേട്ടോ. എന്നാലേ പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. കത്തിപ്പൊത്തി വെച്ചു നമ്മൾ ഒന്നും കൂടെ. ഇപ്പോൾ എല്ലാവർക്കും നല്ല സൂപ്പറായിട്ടുണ്ട്. തോരൻ റെഡി ആയിക്കഴിഞ്ഞു, നമുക്ക് ഇനി സെർവ് ചെയ്യാം കേട്ടോ, ഉപയോഗിക്കാം. എനിക്കൊന്ന് ചോറിന് ഇത് മാത്രം മതി കറി. ഈ ഒരൊറ്റ കറിയും ചോറും മാത്രം കൂട്ടി കഴിച്ചാലേ ഉള്ളൂ ഈ കറിയുടെ ടേസ്റ്റ് എന്തുവാന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചപ്പാത്തിക്കും കൂട്ടാം കേട്ടോ. ഇതൊരു തോരനായിട്ട് സ്റ്റഫ് ചെയ്തൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻസായിട്ട് വിടുക. നല്ലൊരു വെറൈറ്റി തോരൻ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.